എത്ര വലിയ വൻ സാമ്പത്തിക തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടന്നാലും നമ്മുടെ ആളുകളുണ്ടല്ലോ, അവർ രക്ഷപ്പെടത്തില്ല. ഒരിക്കലും അവർ നന്നാവത്തില്ല. ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവനല്ല പ്രശ്നമുള്ളത്. യഥാർത്ഥത്തിൽ അവൻ്റെ ആ കക്ഷത്ത് തല വെച്ച് കൊണ്ട് കൊടുക്കുന്ന ഈ ജനങ്ങളുണ്ടല്ലോ, അവർ ആർത്തി, ധനത്തോടുള്ള ആർത്തി, പണത്തോടുള്ള ആർത്തി വലിയ കുഴപ്പങ്ങളിലേക്ക് നയിക്കുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാന്യനായ മുഖ്യമന്ത്രി രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ് ഞാൻ കണ്ടു. പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അതായത് ഇതിൻ്റെ എല്ലാം കുഴപ്പം, ഈ തട്ടിപ്പുകളിലെല്ലാം നമ്മുടെ ധനത്തോടുള്ള ആർത്തി ആണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഗുരുതരമായ സംഭവങ്ങളിലേക്ക് നയിക്കും. അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കും ചിലപ്പോൾ പറഞ്ഞത് കേട്ടോ, മിക്കവാറും. കാരണം ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ ആരോപണങ്ങളും ഒക്കെ നമ്മൾ കണ്ടല്ലോ. ആ സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. സമ്പത്തിനോട് ആർത്തി ആർക്കുണ്ടോ അവർ അപകടത്തിൽ തന്നെ ചെന്ന് പെടും. കാരണം ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ എത്ര എത്ര സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ എത്ര മണി ചെയിൻ ശൃംഖലകളാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ ഇതുവരെ. ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കത്തി നിൽക്കുന്നതാണ് ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക തട്ടിപ്പ്. ഹൈറിച്ച് എന്ന് പറയുന്നത് അതൊരു മണി ചെയിനാണ്. അവർക്കെതിരെ ഇ ഡി അന്വേഷണം വന്നു. ഇ ഡി അന്വേഷണം വന്നെന്ന് പറഞ്ഞാൽ 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയേക്കുന്നത്. ഈ 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തുമ്പോൾ അവനൊരു 1000 കോടി അങ്ങ് എടുത്തിട്ട് ഈ 630 കോടി ഇതുപോലെ പല ഏജൻസികൾക്കും വീതിച്ചേക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കാര്യമൊക്കെ അവിടെ നടക്കും. അങ്ങനെ എല്ലാം മുങ്ങിപ്പോകാറുണ്ട്. എല്ലാം അങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകുന്നത് എത്രയോ പേര്. അതായത് ഇവിടെ ആലുവ കേന്ദ്രീകരിച്ച് നടന്ന ഒരു വലിയ തട്ടിപ്പിനകത്ത് ഇവിടുന്ന് 350 കോടി രൂപയാണ് ഒരുപാട് പേരുടെ ഇത് കളക്ട് ചെയ്ത് അവരെല്ലാം കൂടെ ഒരു സംഘമായിട്ട് അവരൊരു സംഘടന ഉണ്ടാക്കി ഈ പണം വാങ്ങിച്ച് അവരുടെ പേര് കേസെടുത്ത് പണം വാങ്ങാനായിട്ട്. പക്ഷേ അവൻ എന്തോന്നറിയോ, ആ കേസ് സ്റ്റേ ചെയ്തിട്ടേക്കാണ് മദ്രാസ് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിട്ടേക്കാണ്. ഇത് അന്വേഷണം പോലും നടക്കുന്നില്ല. അതിൻ്റെ ഇവിടെ എല്ലാവരും കൂടെ വന്നിരുന്നു, അഡ്വൈസിന് വേണ്ടി വന്നതാണ്. അതിനകത്ത് അംഗങ്ങൾ ഒരുപാട് പേര്, ഏതാണ്ട് 10-25 പേര് ഇവിടെ വന്നതാണ്. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും അതിൽ നിന്ന് പോയേക്കുന്നതൊക്കെ എത്ര എന്നറിയോ, എല്ലാം 50 ലക്ഷം, 60 ലക്ഷം, ഒരു 25 ലക്ഷം മുതൽ മേളിലോട്ടുള്ള തുകയുള്ള ആളുകളാണ് വന്നത്. എത്ര പേരാണെന്നറിയോ ഇതുപോലുള്ള എത്ര പണം. അപ്പോൾ ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കിയെടുക്കാൻ എന്തെങ്കിലും മലയാളി ചെയ്യുന്നുണ്ടോ? കാരണം ഇതങ്ങോട്ട് കാണിക്കും. ഇല്ല, ആടിനെ കുഴ കാണിച്ച് നടത്തുന്ന കാര്യമാണ്. ഇതങ്ങോട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങോട്ട് പോയിട്ട് ഒരുത്തന് പറയും, നിങ്ങളെ ഇതിനകത്തൊരു 2 പേരെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഇത്ര രൂപ ഇതിനകത്ത് കമ്മീഷൻ കിട്ടും. അവർ ഇതേപോലെ ആ 2 പേര് ഒരു 4 പേരെ ചേർക്കുമല്ലോ, പിന്നെ ഈ 2 പേരെ അത് ചേർക്കുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ വീതം ഇങ്ങോട്ട് കിട്ടും. പിന്നെ അവർ വീണ്ടും അങ്ങോട്ട് ചേർക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് വരുന്നത് എന്ന് നമുക്ക് ആ രീതിയിലാണ് ആളുകളെ പറഞ്ഞ് സമീപിക്കുന്നത്. യവന്മാർ പലയിടത്തും വെച്ച് വലിയ ഒരു ബോർഡൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് അങ്ങ് എഴുതി ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ് ഈ മണി ചെയിൻ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ മൊത്തം. അവസാനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതില്ല മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമില്ലേ, അതാണ്. അതായത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മലർപ്പൊടി ഈ കൊണ്ട് ഒരു വടിയും കുത്തി ഈ ഒരു കലവും തലയിൽ വെച്ച് മലർപ്പൊടി കൊണ്ട് നടക്കുകയാണ്. അന്നേരം ആലോചിച്ചു, ഞാൻ ഇത് അങ്ങോട്ട് മലർപ്പൊടി അങ്ങോട്ട് വിൽക്കും, അത് കഴിഞ്ഞാൽ അതൊരു പശുവിനെ കാശുണ്ടാക്കി ഒരു പശുവിനെ വാങ്ങിക്കും. ഒരു പശു പിന്നെ 2 പശുവായി, 4 പശുവായി, 10ആയി, അവസാനം 100 പശുക്കളായി കേട്ടോ. അതിൻ്റെയൊക്കെ പാല് വിറ്റ് ഞാൻ വലിയ കോടീശ്വരനാവും കേട്ടോ. എന്നിട്ട് വേണം എനിക്കൊരു കല്യാണം കഴിക്കാൻ. അപ്പം എൻ്റെ ഭാര്യ വന്ന് എൻ്റെ അടുത്ത് ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇത് വലിയ വടി എടുത്ത് ഒരെണ്ണം കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ കലം അങ്ങ് അടിച്ചുടച്ചു, മലപ്പൊടി അങ്ങ് പോയി എന്ന് പറഞ്ഞതാണ് ഇവിടെ ഈ നമ്മൾ കാണുന്നത്. ഇത് പറയും നിനക്ക് അതുപോലെ തന്നെ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ മാസം ഒരു കാരണവശാലും 1000 രൂപ കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. 10% ആവും അത്, അല്ലേ? 1000 രൂപ കൂടുതൽ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഒരാൾക്ക് പലിശ എണ്ണത്തിന്. ശരി, ഈ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ മാസം കേട്ടോ, മാസം തോറും ഒരു 5000 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും. അവസാനം അത് ഇത്ര വർഷത്തേക്ക് വേണം, അത് കഴിഞ്ഞിട്ട് തുകയും കിട്ടും. അതിന് ചെയ്യാൻ പോകുന്നത് അത് ആദ്യം അങ്ങോട്ട് പൈസ കൊണ്ടിടും. ഈടുന്നുടനെ ആദ്യത്തെ മാസം തന്നെ 5000 രൂപ കിട്ടി. അപ്പം അവന് പ്രശ്നമൊന്നുമില്ല, കാരണം 95,000 ബാക്കി അവൻ്റെ കയ്യിലുണ്ടല്ലോ. പിന്നെ അത് അടുത്ത മാസം 5000 രൂപ കിട്ടി. അപ്പോഴത്തേക്ക് വിചാരിക്കും
എനിക്ക് ഇച്ചിരി മറ്റേ കുറേ കാശുകളുണ്ട്, പെണ്ണുമ്പിള്ളയുടെയും മക്കളെ ആ സ്വർണ്ണമോ ആഭരണമോ എല്ലാം കൂടെ എടുത്ത് വിറ്റ് ഒരു 5 ലക്ഷം രൂപ സംഘടിപ്പിച്ച്, കാരണം 1,50,000 വെച്ച് കിട്ടിക്കൊണ്ടിരിക്കല്ലേ, ഇതങ്ങോട്ട് കൊണ്ടിടും. അപ്പം അതങ്ങോട്ട് കൊണ്ട് ഇടുന്നത് കുറേ നാളിലെടുക്കും. എടുക്കാൻ പറയും. ഈ പലിശയും കൂടെ ഇവിടെ നിക്ഷേപിച്ചാൽ, അതും കൂടെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതെല്ലാം കൂടെ വേണ്ടല്ലോ നിങ്ങൾക്ക്, അത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിന് ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടും. കാരണം ഇത് ആലോചിക്കുമ്പോൾ കൊള്ളാമല്ലോ, നല്ല കാര്യമാണല്ലോ, ഇത്രയും പൈസ കിട്ടും, ഇതെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ കൊണ്ട് വെക്കും പൈസ, ആ രീതിയാണ് പിന്നെ ചിന്തിക്കുന്നത്. ഇത് ആദ്യമേ ഇത്തരത്തോളം ഓഫർ വരുമ്പം മനസ്സിലാക്കണം, ഇത് ഒരു കാരണവശാലും ഒരു സാമ്പത്തിക സ്ഥാപനത്തിനും ഇതിങ്ങനെ തരാൻ പറ്റത്തില്ല. ഇത് മാക്സിമം, അതായത് എല്ലാ വിധത്തിലും അവർ വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയാലും ഒരു 1,00,000 രൂപയ്ക്ക് ഒരു 1,000 രൂപ മാസം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മര്യാദയാണ് കേട്ടോ. അതിൽ കൂടുതൽ ഒരു കാരണവശാലും കിട്ടത്തില്ല എന്നൊന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നതിന് പകരം അങ്ങനെ അവർ 5,000 തരാമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഇത് യവൻ നമ്മളെ മൂടോടുകൂടി തിന്നാൻ വന്നേക്കുന്നതാണ്, യവൻ കള്ളനാണ് എന്ന് തിരിച്ചറിയണം. പക്ഷേ നമ്മുടെ നാട്ടുകാരും അറിയുന്നില്ല. ഈ ഹൈറിച്ച് എന്ന് പറയുന്ന ഈ സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ 1,630 കോടി രൂപ അടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ആരുടെയൊക്കെ പൈസയെല്ലാം ഒരുപാട് പേരുടെ പണമായി അടിച്ചെടുത്തേക്കുന്നത്. ഇത് ഒരുപാട് സ്ഥാപനങ്ങൾ നേരത്തെ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇതുപോലെ മണി ചെയിൻ എൻ്റെ അടുത്ത് ഒരിക്കൽ വന്നേക്കുന്നത്, ഒരു എനിക്ക് പഠിപ്പിക്കാനായിട്ട് വന്ന്, ഞാൻ സാറേ ഇങ്ങനെ ഞങ്ങൾ വലിയൊരു സ്കീമുണ്ട്, ആ സ്കീമിനെ കുറിച്ചൊന്ന് പറയാനാണ് പറഞ്ഞു. പറഞ്ഞോ. സ്കീം വന്ന് ഇതങ്ങോട്ട് സ്കീം വന്ന് ഒരാൾ 2 പേരായി 3, 4 പേരാവുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഈ നല്ല മണി ചെയിനല്ല സാർ, ഇത് നമ്മൾ കച്ചവടം നടത്തുകയാണ്, നമ്മൾ ബിസിനസ് നടത്തുകയാണ്. എന്താണെന്നറിയോ, ഇപ്പോൾ സോപ്പ് അല്ലെന്നുണ്ടെങ്കിൽ സോപ്പ്, ചീപ്പ്, കണ്ണാടി മുതലായ സാധനങ്ങൾ, ഇതെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇല്ല. അത് 2 രൂപയുടെ സോപ്പ് അവന്മാർ വിൽക്കുന്ന എത്ര എന്നറിയാം, 25 രൂപയ്ക്കാണ് ഈ സോപ്പ്. അങ്ങനെ വിറ്റു കൊടുക്കണം, അതിൽ നിന്ന് നമുക്ക് ലാഭം. അങ്ങനെ ഏതൊക്കെ വിധത്തിൽ ആളുകളെ കളിപ്പിക്കാമോ അങ്ങനെ കളിപ്പിക്കുന്നവന്മാർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇത് ഏറ്റവും ഗുണമുള്ളതാണ് പ്രോട്ടീൻ പൗഡർ, ചുവക്കൊടിയായിരിക്കും പലപ്പോഴും, തിന്നാൽ ചത്തുവും, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ സ്റ്റീറോയിഡ് കലർന്ന ഇതൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് ഇഷ്ടംമാതിരി ഇവരുടെ ഇതിൻ്റെ പേരിൽ അടിച്ചങ്ങ് ഇറക്കിയിട്ടുണ്ട് ഒരുപാടെണ്ണം. അത് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ചൈനയുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഒരുപാട് കൂടുതലും ഉള്ളത്. ഇതെല്ലാം വരുത്തി വെച്ച് ഇതെല്ലാം കൊണ്ടുവന്ന് പലയിടത്തും കൊടുക്കാൻ, അതിൻ്റെ മാർജിൻ ഓഫ് പ്രോഫിറ്റ് എന്നും പറഞ്ഞാണ്. ഞാൻ പറഞ്ഞില്ലേ 2 രൂപയുടെ സാധനം 25 രൂപയ്ക്ക് വിൽക്കും. ശരി, 23 രൂപ ലാഭം കിട്ടിയില്ലേ, ഏത് ബിസിനസ്സിൽ നിന്ന് കിട്ടും? ഒരെണ്ണം വിറ്റാൽ മതിയല്ലോ, കൂടുതൽ എന്തിനാണ് വിൽക്കുന്നേ? അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇത് ജനങ്ങളൊന്ന് തിരിച്ചറിയേണ്ടതാണ്. അത് തിരിച്ചറിയുന്നതിന് പകരം മാത്രം പിന്നെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഏജൻസിയൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ ഏതാണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ കോടതി വന്നപ്പോൾ, ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ അത് വന്നപ്പോൾ അതിനകത്ത് എന്തെന്നറിയോ, അതിൻ്റെ വിവരങ്ങൾ കുറച്ച് മറച്ചു വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്തത് റെഡിയാക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഇതല്ല, കള്ളപ്പണം വെളുപ്പിക്കലോ അതൊന്നും ആയിട്ട് മാറുന്നില്ല, എൻഫോഴ്സ്മെൻറ്റിൻ്റെ EDക്ക് അത് ഇന്നത്തെ കാര്യമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് കോടതിക്ക് എടുക്കേണ്ടതായിട്ട് തോന്നുന്നു. കാരണം എന്താ, അന്വേഷിച്ചവർ തന്നെ ഇത് മറച്ചു വെച്ചിട്ടാണ്, എൻ്റെ ഫാക്സ് മറച്ചു വെച്ചതാണ്. അപ്പോൾ ഈ രീതിയിൽ പോയാൽ, ഞാൻ പറഞ്ഞില്ലേ, പണം എവിടെ ഉണ്ടോ അവിടെ ആളുകൾ കമന്ന് വീഴുമല്ലോ. ഇത് യുവന്മാർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ 1,630 കോടി രൂപയെന്ന്, ഒരു 1,000 കോടി അവരുടെ അടുത്ത് പോക്കറ്റ് വെച്ചിട്ട് 630 കോടി രൂപ ഇതുപോലുള്ള അഭ്യുദയാംശകൾക്ക് വിധിച്ചു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ കൊടുത്ത് ഇത് രക്ഷപ്പെടും യുവന്മാർ. ഇനിയും മലയാളി ചതിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആർത്തി, സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടെങ്കിൽ മലയാളി ഇനിയും വഞ്ചിക്കപ്പെടും. കാരണം ഏറ്റവും കൂടുതൽ വഞ്ചിക്കാൻ എളുപ്പമുള്ളത് മലയാളികളെയാണ്. കാരണം എന്താ, സാമ്പത്തികമായ ആർത്തി, സമ്പത്തിനോടുള്ള ആർത്തി അവർക്കുണ്ട്. അത് മുതലാക്കിയെടുക്കുന്നതാണ് ഇതേപോലുള്ള കഴുകന്മാർ. അവരിങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടുപിടിക്കും ഓരോ മേഖല. ഒന്നും വേണ്ട, നമ്മൾ പണ്ട് കണ്ടല്ലോ, ഒരു ശബരിനാഥെന്നോ എന്ന് പറയുന്ന ഏതാണ്ട് ഒരു പയ്യൻ, അങ്ങനെ അയാളുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു, കൊല്ലത്തുകാരനാണ്. എത്ര പേരുടെ കയ്യിൽ നിന്ന് അവൻ പണം വാങ്ങി? ഒരു കൊച്ചു പയ്യനാണ്, അവന് 10-20 വയസ്സുള്ള സമയത്താണ്. അവനെ എത്ര കോടികളാണെന്നറിയോ അവൻ മൂക്കിയത്. അപ്പോൾ അതിന് പോലും ആള് ഇവിടെ പറ്റും. അവൻ മിടുക്കനെ, അവൻ കണ്ടുപിടിച്ചു, അവൻ മനസ്സിലാക്കി വേറെ ഒരു മേഖലയിൽ പോകുന്നതിന് നല്ലതും അല്ലെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസം നടത്തുന്നതോ
അല്ലെ IAS എഴുതിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതാണ്. IASകാരുടെ നിന്നും ഒക്കെ വാങ്ങിക്കാമല്ലോ. ആ അതിനകത്ത് ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുടെ ഇന്ന് വളരെ ഒരു 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 വനിതാ ഡോക്ടറുടെ നിന്നൊക്കെ ആണെങ്കിൽ എത്ര രൂപയാണ് വാങ്ങിയേക്കുന്നത് അറിയോ? എത്രയോ കോടിക്കണക്കിന് രൂപയാണ്. അതുപോലെ എത്ര പേരുടെ കയ്യിൽ നിന്ന്. അതിനോടൊപ്പം അവൻ മഹാവൃത്തിയുടെ ഇടപാടുകളും വേറെ ഉണ്ടായിരുന്നു കാണിച്ചു ഇഷ്ടംമാതിരി. ഇപ്പം ഇപ്പം ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കിടക്കാമെന്ന് എനിക്ക് തോന്നുന്നു, അതോ വെളിയിലാണെന്നോ അറിയാൻ വയ്യ. ഏതായാലും ഇത് അപ്പം ഞാൻ പറഞ്ഞെന്ന് വന്നത് ഇത് ഓരോ പുതിയ പുതിയ വിധത്തിൽ ഓരോരുത്തരെ കുരുത്തിഞ്ഞ് ഇറങ്ങി വരും കേട്ടോ. ചിട്ടി സ്ഥാപനങ്ങൾ എന്നുള്ള പേരിൽ ഇതേപോലെ പണം അടിച്ചെടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. അതെല്ലാം പലിശ വാങ്ങിച്ചെടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അവർ ഈ ഡെപ്പോസിറ്റ് സ്വീകരിക്കും, നിക്ഷേപം സ്വീകരിക്കുമ്പോൾ വൻ പലിശ ഓഫർ ചെയ്യുന്നത്. അവസാനം ഇത് ഡെപ്പോസിറ്റ് എല്ലാം കഴിഞ്ഞെല്ലാം നോക്കി റെഡിയാക്കി ഈ പലിശയൊക്കെ കിട്ടാണ്ടായിട്ട് വരുമ്പോൾ ഈ സ്ഥാപനം എന്ന് പറയുന്ന സാധനം ഇല്ല, പൂട്ടിപ്പോയി, സ്ഥാപനം പൂട്ടി. ഉടമ ഒളിവിൽ ഒളിവിലെന്ന് പറഞ്ഞാൽ എവിടെ? അവൻ ഏതെങ്കിലും 7 സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് സൂഹിക്കായിരിക്കും മസാജ് ചെയ്യിപ്പിച്ചോണ്ട്. കാരണം അവന് പണമുണ്ട്, വല്ലവരും വെറുതെ കിട്ടുന്ന പണമല്ലേ, അത് ഒരു പ്രശ്നമല്ലല്ലോ, വേർക്കാതെ ഉണ്ടാക്കുന്ന പണമല്ലേ ഇത്. വാചകം അടിച്ച് മാത്രം വാചക കസരത്ത് കൊണ്ട് പണം പിരിക്കുന്നവന്മാർ എത്ര പേരുണ്ട് ഇതുപോലെ വാചകം അടിച്ച്. ഒരുപാട് പേര് വാചകത്തിൻ്റെ പുറത്ത് തന്നെ വീണുള്ളൂ, വാചകം അടിച്ച് പണം പിരിക്കും. അവർ വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ശരിയാക്കി അവർ സമൂഹത്തിൽ വലിയ ആളുകളായിട്ട് നടക്കും. പക്ഷേ അവർ ഉള്ള കള്ളമെല്ലാം പറഞ്ഞ് സമൂഹത്തിനെ ഏതാണ്ട് നന്നാക്കുന്ന രീതിയിൽ അങ്ങോട്ട് പറഞ്ഞ് പണമടിക്കുന്ന ഒരുപാട് പേര് ഞാൻ പറയാം ഓരോ വിധത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് ജനങ്ങൾ. ഈ ഹൈറിച്ച് എന്ന് പറയുന്ന ഈ സ്ഥാപനമൊക്കെ ഇതേപോലെ എത്രയോ സ്ഥാപനങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞു നേരത്തെ. എന്നിട്ട് അങ്ങനെ പൂട്ടിപ്പോയേക്കുന്നവന്മാരൊക്കെ റിസോർട്ടൊക്കെ ഇപ്പം നടത്തുന്നവന്മാരുണ്ട്. കാരണം ഇവിടെ ഈ ഉള്ള ആളുകളുടെ മുഴുവൻ പണവും മോഷിച്ച് റെഡിയാക്കി കൊണ്ടുപോയി അന്നത്തെ കാലത്ത് കോടിക്കണക്കിന് രൂപ അടിച്ചവന്മാർ വേറെ പേരിലിപ്പോൾ അന്തസ്സായിട്ട് റിസോർട്ട് വരെ നടത്തുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരിവിടെ തന്നെ കാണും, എവിടെയൊന്നും പോകത്തൊന്നുമില്ല. കാരണം പിന്നെ പോയാൽ ഞാൻ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ബഹളമൊക്കെ ഒന്ന് ഒടുങ്ങുന്നത് വരെ നിൽക്കും. ഈ ഭാഗത്തൊന്നും ഇനി വരികയല്ല, എന്നെ വന്ന് താമസിക്കാൻ പറ്റത്തില്ല. കാരണം ജനങ്ങൾ ഈ കബളിപ്പിക്കപ്പെട്ടവരൊക്കെ അവൻ്റെ വീട്ടിൽ ചെല്ലും കൈ നീട്ടിക്കൊണ്ട്. അവന് സഹിക്കത്തില്ല. കാരണം അവന് ശല്യപ്പെടുത്താൻ പാടില്ല. അവനെ ഒളിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇത് മനസ്സിലാക്കിയത് അറിവ് വരുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പണം കൊണ്ടുപോയി മുടക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. യവന്മാരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്താൽ എന്താ 100-200 കോടി രൂപ കിട്ടും. ഈ 1630 കോടിക്ക് 200 കോടിയുടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം? ബാക്കി കോടികളെല്ലാം വെളിയിലാണ് മുടക്കിയേക്കുന്നത്. പല രാജ്യങ്ങളിൽ അവിടെയൊക്കെ അക്വയർ ചെയ്യാം, സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം, തുടങ്ങാം. കാരണം ഇവിടെ മാത്രം ഇനി അവിടെ ഉള്ളവന്മാരെ കളിപ്പിക്കണ്ടേ, അങ്ങോട്ട് പോകണമല്ലോ. ഇവിടെ കുറേ നാൾ എല്ലാവരെയും കളിപ്പിക്കാൻ പറ്റി, എന്നും ഇവിടെ ഒക്കാതെ വന്നപ്പോൾ ഈ വെളിയിലോട്ട് പോയി. ഇത് ശ്രീ അനിൽ അക്കരെയൊക്കെ ഇതിനെതിരെ വളരെ കാര്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹമേ പ്രതികരിക്കാൻ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത്. കാരണം ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ഇവർക്ക് വളരെ സൗകര്യങ്ങളൊക്കെ ഈ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടും, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് കിട്ടും. കാരണം ഈ പണം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു കൊടുക്കും? ആ രീതിയിലുള്ള സഹായമൊക്കെ വാങ്ങുമ്പോൾ ഈ പൊതുജനം ഉണ്ടല്ലോ, ഈ കാശ് കൊടുത്ത കഴുതകൾ അവർ കരഞ്ഞുകൊണ്ട് നടക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്.